എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. എന്താണ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ്? മിക്കവർ എല്ലാവരും നൺ ഓഫ് ദ എഴുതി കാണും. റെക്കോർഡ് അറ്റ് ദ ഇൻവോയ്സ്, റെക്കോർഡ് ഇൻ ജേർണൽ പ്രോപ്പർ, റെക്കോർഡ് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഇത് ഇത്തിരി നല്ല ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. റെക്കോർഡ് അറ്റ് ദ ഇൻവോയ്സ് ആണ്. അപ്പോൾ എന്താണ്, ഏത് ഡിസ്കൗണ്ട് ആണെന്ന് നോക്കാം. Discount is a reduction in the amount payable allowed by the seller to the buyer either at the time of sale or at the time of payment. ഒന്നുകിൽ സെയിൽ നടത്തുമ്പോഴോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഡിസ്കൗണ്ട് അല്ലെ റിഡക്ഷനിൽ കൊടുക്കുന്നതാണ് അല്ലെ കിട്ടുന്നതാണ് നമ്മൾ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഇസ് എ റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് പേയബിൾ അലൗഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ. അപ്പോൾ നമ്മൾ ബിസിനസ് ആണ്, നമ്മൾ അലൗ ചെയ്യണം, നമ്മൾ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ജനറലി ഗിവൺ ടു എൻകറേജ് ബൾക്ക് പർച്ചേസ് ഓർ പ്രോംപ്റ്റ് പേയ്മെന്റ്. ഇത് രണ്ടും മറന്നു പോരുത്. ഒന്ന് ബൾക്ക് പർച്ചേസിനും അല്ലെ പ്രോംപ്റ്റ് പേയ്മെന്റ്. അത് എന്താണ് നമുക്കിപ്പോൾ വരുന്ന ഇതിലോട്ട് പറയാം. ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, സെയിലിൻ്റെ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ആരാർക്ക് കൊടുക്കും? അപ്പം ഹോൾസെയിലർ ടു റീറ്റെയിലർ കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ട്? ബൾക്ക് പർച്ചേസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ബിഫോർ പ്രിപ്പയറിംഗ് ദ ഇൻവോയ്സ്. ലിസ്റ്റ് പ്രൈസിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്ന ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് റെക്കോർഡ് ഡയറക്ട്ലി ഇൻ ദ ഇൻവോയ്സ്, നോട്ട് ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട്. ഇൻവോയ്സിലാണ് കാണിക്കുന്നത്, അല്ലാതെ ഒരു അക്കൗണ്ടിലോട്ട് നമ്മൾ ബുക്സ് ഓഫ് റെക്കോർഡ്സ് കാണിക്കാത്ത ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസ്കൗണ്ട് മേ ബി ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്തുവാ? ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓർ കാറ്റലോഗ് പ്രൈസ് യൂഷ്വലി അലൗഡ് ബൈ ഹോൾസെയിലർ ടു റീറ്റെയിലർ. ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുവാണ്. ഓൺ ബൾക്ക് പർച്ചേസ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ബൾക്ക് പർച്ചേസിന് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂഷ്വലി ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ലിസ്റ്റ് പ്രൈസ് ഓർ കാറ്റലോഗ് പ്രൈസ്. സാധാരണയായിട്ട് ലിസ്റ്റ് പ്രൈസ് എന്നല്ല കാറ്റലോഗ് പ്രൈസ് എന്നോ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഇൻവോയ്സ് ഓർ സെപ്പറേറ്റ് അക്കൗണ്ട് നോട്ട് നീഡഡ് ഫോർ ട്രേഡ് ഡിസ്കൗണ്ട്. ഇൻവോയ്സ് കാണിക്കും, നമ്മൾ അക്കൗണ്ടിങ്ങിലൊന്നും കാണിക്കേണ്ട. നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഡിസ്കൗണ്ട് ഇസ് എ ഡിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ഓൺ ഇൻവോയ്സ് പ്രൈസ് യൂഷ്വലി ഫോർ മേക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്. പ്രോംപ്റ്റ് പേയ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി അക്കൗണ്ടിങ് ഈസ് നീഡഡ് ഫോർ പ്രൊവൈഡിങ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇതിന് നമ്മൾ റെക്കോർഡിങ്ങിൽ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. ഫോളോയിങ് അതിൻ്റെ ജേണൽ എൻട്രി റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഡെറ്റർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 10,000 രൂപ കൊടുത്തു. അപ്പം നോക്കി തിരിച്ചു കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, ഇത് എമൗണ്ട് ഇത്തിരി മാറിയതാണ്. ക്യാഷ് അക്കൗണ്ട് 90,000 നമുക്ക് തിരിച്ചു കിട്ടുന്നത്. 1000 രൂപ അയാൾക്ക് നമ്മൾ എന്തോ ഡിസ്കൗണ്ട് കൊടുത്തു. 10,000 രൂപ കിട്ടുന്നിടയ്ക്ക് എന്ത് ചെയ്തു? 1000 രൂപ ഡിസ്കൗണ്ട് അലൗഡ്. അങ്ങനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ബൈ ദ സപ്ലയർ ആണ്. കാറ്റലോഗ് പ്രൈസിലോ അല്ലെങ്കിൽ കൊടുക്കുന്നതാണ്. ലിസ്റ്റ് പ്രൈസിലോ കാറ്റലോഗ് പ്രൈസിലോ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കേണ്ട. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഓൺ ബോത്ത് ക്രെഡിറ്റ് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. ട്രേഡ് ഡിസ്കൗണ്ട് ഗിവൺ ഓൺ ദ ബേസ് ഓഫ് എ പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. മറ്റേതാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്നതാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കണം. ക്യാഷ് പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്, പ്രോംപ്റ്റ് പേയ്മെൻറ്റിനാണ് കൊടുക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ BRSന്റെ ക്വസ്റ്റൻ ആണ്. വെൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ചെക്ക് ₹2,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ഇൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഡാഷ് എമൗണ്ട് വിൽ ബി. അപ്പം നമുക്ക് BRS എപ്പോഴും ക്വസ്റ്റിൽ തന്നാലും നിങ്ങൾക്ക് ഏതാണോ തന്നത് സ്റ്റാർട്ടിങ്ങിൽ അത് ആദ്യം എഴുതുക. നമുക്കിവിടെ തന്നിരിക്കുന്ന ക്യാഷ് ബുക്കാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് ഒന്ന് എഴുതുക. ഓവർ ഡ്രാഫ്റ്റ് ഒന്നും ഇപ്പോൾ നോക്കണ്ട കേട്ടോ. ക്യാഷ് ബുക്ക് ഒന്ന് എഴുതുക. നമുക്ക് എന്താണോ തന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് നമ്മൾ വരണം. ക്യാഷ് ബുക്ക് വന്നാൽ നമ്മൾ പാസ്ബുക്കിലോട്ട് വരണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്, ഉത്തരം കിട്ടത്തില്ല. ക്യാഷ് ബുക്ക് തന്നു, പാസ്ബുക്ക്. ഇനി പാസ്ബുക്ക് തന്നെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ എത്തണം. ക്വസ്റ്റ്യൻ ഇനി നോക്കുക. ചെക്ക് ₹2,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഹാസ് നോട്ട് ബി റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ചെക്ക് എന്തോ ചെയ്തു? നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തില്ല. അപ്പോൾ ഇവിടെ ഏത് ബാലൻസ് ആയിരിക്കും കൂടുതലിരിക്കുക? ബാങ്കിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ. അപ്പോൾ പാസ്ബുക്കിൽ ഒരു 2,000 രൂപ വന്നെന്ന് എഴുതും. 2,000 രൂപ നമ്മളിത് അറിഞ്ഞൊന്നുമില്ല, നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയില്ല. അപ്പോഴിനി ഇതെന്ത് പറ്റും? നമ്മൾ പാസ്ബുക്കിൽ ഇപ്പം 2,000 കൂടുതലാണുള്ളത്.
അപ്പോൾ ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ക്യാഷ് ബുക്ക് നമ്മളെ പാസ് ബുക്കിൽ എത്തണം. ക്യാഷ് ബുക്ക് ഇപ്പോൾ 0-ലാണ്, പാസ് ബുക്കിലോട്ട് എത്തണം 2000-ൽ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ക്യാഷ് ബുക്കാണ്. നമ്മൾ എങ്ങോട്ടേക്ക് എത്തണം? പാസ് ബുക്കിലോട്ട് എത്തണം. ക്യാഷ് ബുക്ക് തന്നാൽ പാസ് ബുക്കിലോട്ട് എത്തണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ, അപ്പോൾ പാസ് ബുക്കിൽ ഒരു 2000 രൂപ കൂടുതലായി. ക്യാഷ് ബുക്കിൽ ഇപ്പോൾ 0 ആണെന്ന് പോയിരിക്കുക. നമ്മൾ പാസ് ബുക്കിലോട്ട് എത്തണം, അല്ലെങ്കിൽ പാസ് ബുക്കിലോട്ട് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 0 ആക്കണ്ടേ? ക്യാഷ് ബുക്ക് ഇപ്പോൾ 0, പാസ് ബുക്ക് 2000. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പാസ് ബുക്കിലോട്ട് എത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. പാസ് ബുക്കിലോട്ട് എത്തണമെങ്കിൽ 0 2000-ലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു 2000 രൂപ ആഡ് ചെയ്യണം. 2000-ലോട്ട് എത്തണം, 2000 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓവർ ഡ്രാഫ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഈ കുട്ടിയെ ക്വസ്റ്റ്യന് ആൻസറിനെ നമ്മൾ റിവേഴ്സ് ആക്കുക. പ്ലസ് 2000 എന്നുള്ളത് ഡിഡക്റ്റഡ് 2000. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന എന്താണോ അത് ആദ്യം എഴുതുക. ജസ്റ്റ് ഓപ്പോസിറ്റിലോട്ട് എത്തുവാണ് നമ്മൾ വേണ്ടത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാസ് ബുക്കിൽ ഒരു 2000 വന്നു, ക്യാഷ് ബുക്കിൽ ഒന്നുമില്ലെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ പാസ് ബുക്കിലോട്ട് എത്തണം, ഇവിടെ 2000-ലോട്ട് എത്തണം. 0-ന്ന് 2000-ലോട്ട് എത്തണം. 2000-ലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2000 രൂപ കൂട്ടി കൊടുക്കണം, അല്ലേ 2000-ൽ എത്തത്തുള്ളൂ. അതാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത്. പക്ഷേ ഇത് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണോ കിട്ടിയ ആൻസർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിഡക്റ്റഡ്. ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആൻസർ 2000 ആഡറാണ്. ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് മൈനസ് വന്നിരിക്കുന്നത്. എപ്പോഴും തന്നത് ആദ്യം എഴുതുക, ഓപ്പോസിറ്റോട്ട് എത്തുക. തിരിച്ചിവിടുന്ന് നോക്കരുത്, അവിടുന്ന് നോക്കാൻ പാടുള്ളൂ. ക്യാഷ് ബുക്ക് തന്നു, പാസ്ബുക്കിൽ 2000 കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആണ്. അപ്പോൾ പാസ്ബുക്കിൽ 2000 കൂടി. ക്യാഷ് ബുക്കിൽ 2000-ലോട്ട് എത്തണമെങ്കിൽ 2000 രൂപ ആഡ് ചെയ്യണം. അപ്പോഴേ ക്യാഷ് ബുക്ക് അവിടെ എത്തുള്ളൂ. അത് എത്തണമെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ മൈനസ് ചെയ്തത്. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഓയിൽ വെൽ വേസ്റ്റിംഗ് അസറ്റിനുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ആനിറ്റ് ആണ്, റീവാലുവേഷൻ ആണ്, ഔട്ട്പുട്ട് ആണോ? നമ്മുടെ ഔട്ട്പുട്ട് മെത്തേഡാണ്. ഇത് നമുക്ക് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഓയിൽ വെൽ. Depreciation is a decrease in the value and utility of fixed assets due to their constant use, expiry of time, obsolescence, diminution in quantity, quality, etc. അപ്പം ഇത് നിങ്ങളുടെ എക്സാമിന് എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മേജർ കോസസ്, ഫിസിക്കൽ ഡിപ്രീസിയേഷൻ വേറെ ഉണ്ട്, ഒബ്സോളസെൻസ്, പുതിയ ടെക്നോളജി വരുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. അതിൽ തന്നെ കുറേ വകഭേദങ്ങളുണ്ട്. എന്തൊക്കെ കാരണത്താലാണ് ടെക്നോളജി വരുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും, പ്രൊഡക്ഷൻ കുറയും, അങ്ങനെയൊക്കെ കുറേ കാരണങ്ങളുണ്ട്. എക്സ്പ്ലോഷൻ ഓഫ് ടൈം അല്ലെ പാസേജ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലങ്ങൾ. ഇപ്പം ഞാനൊരു വണ്ടി മേടിച്ച് ഞാനത് ഉപയോഗിച്ചാതിരുന്നാലും ഞാൻ 10 വർഷം ഉപയോഗിക്കാതെ ചുമ്മാ വെച്ചാൽ അതിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ അത് സമയത്തിനനുസരിച്ച് പാസേജ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് വാല്യൂ കുറയാം. ഡിപ്ലീഷൻ, എക്സോഷൻ, ഇതൊക്കെ എന്തിൻ്റെ കാരണങ്ങളാണ്? ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങളാണ്. അപ്പം ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ നിങ്ങൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന കാരണങ്ങൾ എന്നല്ല. ഫിസിക്കൽ ഡിപ്രീസിയേഷൻ വേറെ ഉണ്ടാവും, ഒബ്സോളസെൻസ് ഉണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും, ഡിപ്ലീഷൻ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത്. ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ് ഒരു ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് പ്രൊവൈഡഡ് ഡിപ്രീസിയേഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ കേസ് ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. മൈൻസ്, ക്വാറി, ഓയിൽ വെല്ലിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിപ്ലീഷൻ മെത്തേഡ് യൂണിറ്റ്. അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അറൈവ്ഡ് ബൈ ഡിവൈഡിംഗ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ് ബൈ ടോട്ടൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. എത്രത്തോളം നമ്മളിപ്പോൾ ഒരു ക്വാറി എത്രത്തോളം അവിടെ നിന്ന് കല്ലെടുത്തു, അല്ലെങ്കിൽ എന്താ ഇതിപ്പോൾ കല്ലിൻ്റെ കോറയാണെങ്കിൽ കല്ലിൻ്റെ ഇതാണെങ്കിൽ കല്ല് വെട്ടിയെടുക്കുന്ന സ്ഥലമാണെങ്കിൽ എത്രത്തോളം കല്ലെടുത്തു, എത്രത്തോളം ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടി, അതനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും വെച്ചിട്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് അടുത്തത്. നമ്മൾ ഓപ്ഷൻ വെച്ചാണ് പോണത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ടൈം കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ വർഷവും ഒരേ മെത്തേഡിൽ ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ സ്ട്രൈറ്റ് ലൈൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. ഫിക്സഡ് സം ഓഫ് മണി ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം അണ്ടർ ദ വാല്യൂ ഓഫ് അസറ്റ് ഫെച്ച് 0. ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലാസ്റ്റ് അസറ്റ് വാല്യൂ 0 ആവുന്നവരെ ഒരേ ഈക്വൽ എമൗണ്ട് ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ അസറ്റ്. അപ്പോൾ എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്? Under this method, the amount of depreciation charged during the period of lifetime is constant. 10,000 രൂപ വെച്ചാണെങ്കിൽ എല്ലാ വർഷവും 10,000 രൂപ വെച്ചായിരിക്കും. ഫിക്സഡ് സം ഓഫ് മണി ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. എത്രത്തോളം ആ അസറ്റിൻ്റെ വാല്യൂ 0 ആവുന്നവരെ ഒരു ഫിക്സഡ് സം ഓഫ് മണി റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ്
ഇതിന് ഈ ഫോർമുല കറക്റ്റ് പഠിക്കണം. ഇപ്പോൾ പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ഒറിജിനൽ കോസ്റ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ അസറ്റ്. കോപ്പറേറ്റീവ് സെക്ടർ ഫോളോസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ എടുക്കുമ്പോൾ 34, 33, 33 ഒക്കെ കണ്ടില്ലായിരുന്നു. അപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാണ്. ഒറിജിനൽ കോസ്റ്റിന് മേലാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ ഈ ഒരു ടൈപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ വേറെ പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഓപ്ഷനിൽ കാണും. നെക്സ്റ്റ് ഓപ്ഷനാണ് ആനുറ്റി മെത്തേഡ്. ആനുറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഡിപ്രീസിയേഷനിൽ. അതിൻ്റെ ബേസിൽ പറഞ്ഞാൽ അസറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഇൻകം ഏണിംഗ് ആയിട്ട് കണ്ടാക്കാം. അതായത് നമ്മൾ അത് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, അത് അതിൻ്റെ ബേസിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ആനുറ്റി. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഏൺഡ് if the amount is invested in some fixed interest bearing security. നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിന് എത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമായിരുന്നു, അതിനനുസരിച്ചിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആനുറ്റി മെത്തേഡ് എന്ന് വിളിക്കും. ടു ഫെസിലിറ്റേറ്റ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ആനുറ്റി ടേബിൾ ഹാവ് ബീൻ പ്രിപ്പയർഡ്. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ കണക്കാക്കുക. അതായത് ഇന്നത്തെ ₹1 ഇന്നാണ് വാല്യൂ. അപ്പോൾ ആ ഒരു നമ്മുടെ ആനുറ്റി ടേബിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇതിൽ കണക്കാക്കുന്നത്. Annuity table is represent the calculation of annual depreciation of the asset value or rupees for അതായത് ₹1 ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള അതിൻ്റെ വാല്യൂ അത് നോക്കുന്നതാണ് ഈ ആനുറ്റി ടേബിൾ. അത് ഉപയോഗിച്ചിട്ട് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ആനുറ്റി മെത്തേഡ്. അതുകൊണ്ടാണ് അതിനെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതിന് എത്രത്തോളം ഇൻട്രസ്റ്റ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ കിട്ടുമായിരുന്നു അത് നോക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡാണ് അടുത്തത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ PYQ വെച്ച വേറൊരു മെത്തേഡാണ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ അണ്ടർ വിച്ച് ആൻ അസറ്റ് ഈസ് റീവാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ആൻഡ് ദ വാല്യൂ ഓഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് അസറ്റ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ദ ഡിഫറൻസ് ഈസ് ട്രീറ്റഡ് ആസ് ഡിപ്രീസിയേഷൻ. ഇപ്പം പ്ലാന്റേഷനിലൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ 1000 റബ്ബർ ഉണ്ടെങ്കിൽ അതിൻ്റെ വർഷാവസാനം ചിലപ്പോൾ 900 ആയിരിക്കും. അപ്പോൾ അത് മൈനസ് ചെയ്യും. ആദ്യത്തെ ഉള്ളതും ബിഗിനിങ്ങിലുള്ളതും അവസാനത്തതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് അത് ചാർജ് ചെയ്യുകയാണെങ്കിലാണ് ഇതിനെ റീവാലുവേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ്ങിൽ എത്രയുണ്ട്, എൻഡ് ഓഫ് ദി ഇയർ ഈസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് അസറ്റ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. നമ്മൾ തുടങ്ങുമ്പോൾ 1000 റബ്ബർ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 900 ആണെങ്കിൽ 100 അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് അപ്രൈസൽ സിസ്റ്റം. ഇതിവിടെ നമ്മൾ എവിടേക്ക് ഉപയോഗിക്കുന്നതാണ് നിങ്ങളോട് ചോദിക്കുക. ലൂസ് ടൂള്, ലൈഫ് സ്റ്റോക്ക്, പാക്കേജ്, ട്രേഡ് മാർക്ക്, പാറ്റന്റ് റൈറ്റ്, ക്രേറ്റ്സ്, പ്ലാന്റേഷൻ എക്സെട്ര. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആനുറ്റി മെത്തേഡ് ഉപയോഗിക്കും. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ചോദിക്കാറുണ്ട് ലൈഫ് സ്റ്റോക്കിൽ ഏത് മെത്തേഡ്, പ്ലാന്റേഷനിൽ ഏത് മെത്തേഡ്, അങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ജനറലി ഷോൺ ഡാഷ്. ഡെബിറ്റ് നോട്ട് നമ്പർ എവിടെയാണ് കാണാം, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഇപ്പോൾ എന്താണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നോക്കാം. ഡെബിറ്റ് നോട്ട് റിലേറ്റ് ടു പർച്ചേസ് റിട്ടേൺ. ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരാളുടെ ഞാൻ 100 സാരി ഒരാൾക്ക് വിൽക്കുകയാണ്. അപ്പം ഞാൻ സെല്ലർ, ഇപ്പം ഞാൻ A എന്ന് പറഞ്ഞാൽ ഞാനാണ്, B എന്ന് പറയുന്നത് വേറൊരാൾ. ഞാൻ ഇങ്ങോട്ടേക്ക് 100 സാരി വിൽക്കുകയാണ്. 100 എണ്ണം വിൽക്കുമ്പോൾ വിറ്റ് കഴിയുമ്പം അതിൽ 10 എണ്ണം ഡാമേജാണ്. ഈ 10 എണ്ണം ഡാമേജാണെന്ന് B എന്നെ അറിയിക്കും. 10 എണ്ണം ഡാമേജാണെന്ന് അറിയിക്കുമ്പോൾ ഇയാൾ പർച്ചേസ് ചെയ്ത ആൾ, അപ്പോൾ ഇത് പർച്ചേസ് റിട്ടേൺ. എന്നെ നോക്കുവാണെങ്കിൽ ഇത് സെയിൽസ് റിട്ടേൺ ആണ് അല്ലേ, ഞാനല്ലേ വിൽക്കണത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് റിലേറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ. ഇതിന് വേണ്ടിയിട്ട് ഈ 10 എണ്ണം കേടാണെന്നും പറഞ്ഞിട്ട് ആൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പർച്ചേസ് റിട്ടേൺ. എൻ്റെ കയ്യിൽ 100 സാരി മേടിച്ചു, 10 സാരി കേടായി. അപ്പോൾ ആൾ പറയും 10 സാരി കേടായി എന്നും പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പർച്ചേസ് റിട്ടേൺ. A debit note is a document similar to an invoice. It is usually prepared by the purchaser of goods when he returns some of the goods bought due to bad quality, price and ഞാൻ പറഞ്ഞ പോലെ അത് ആലോചിച്ചാൽ മതി. A, B എന്ന് പറയുന്ന ആൾക്ക് സാധനം വിറ്റു. അപ്പോൾ ഇത് സെല്ലർ, ഇത് ബയർ. ഈ ബയർ ക്വാളിറ്റി മോശമായതുകൊണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുവാണ്. അപ്പോൾ ഇതിന് പർച്ചേസ് റിട്ടേൺ. ഡെബിറ്റ് നോട്ട് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ പർച്ചേസർ. 10 എണ്ണം കേടായി എന്ന് പറഞ്ഞിട്ട് ആൾ അയക്കുവാണ് to the supplier informing that his account is debited with the amount of goods returned damage claimed. 10 എണ്ണത്തിന് കേടാണ്, അതിൻ്റെ പൈസയും കൊണ്ട് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് B എഴുതും. അപ്പോൾ ഇത് സ്വീകരിക്കുന്നത് ആരാണ്, നമ്മുടെ സെല്ലർ സ്വീകരിക്കും. അപ്പോൾ ഡെബിറ്റ് നോട്ട് പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, വൺ സെൻഡ് ടു ദ സെല്ലർ ആൻഡ് വൺ ഈസ് മെയിൻറ്റൈൻഡ് ബൈ എൻ്ററിങ് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്. ആൾക്ക് നമ്മൾ എന്തായാലും കൊടുക്കുന്ന ആൾക്കാർക്കല്ലേ
ഒറിജിനൽ കൊടുക്കും, നമ്മുടെ കയ്യിൽ അതിൻ്റെ കോപ്പി വയ്ക്കത്തില്ല, അതാണ് പറഞ്ഞേക്കുന്നത്. സം ടൈം ദ ബിസിനസ് മേ റിട്ടേൺ ദ പർച്ചേസ്ഡ് ഗുഡ് ടു ദ സെല്ലർ ഡ്യൂ ടു സം റീസൺസ് ലൈക്ക് ബാഡ് ക്വാളിറ്റി, ഡാമേജ് എക്സെട്ര. ദീസ് പർച്ചേസ് റിട്ടേൺ ആർ എൻറ്റേർഡ് ഇൻ എ സെപ്പറേറ്റ് ഡേ ബുക്ക് കോൾഡ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് രേഖപ്പെടുത്തുക. ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഇത് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞത്. പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഡെബിറ്റ് നോട്ട് കോളം ഈസ് ഇൻക്ലൂഡഡ് ഇൻ പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഡേറ്റ്, നെയിം ഓഫ് ദ സപ്ലയർ, ഡെബിറ്റ് നോട്ട് നമ്പർ, LF, എമൗണ്ട്. അപ്പോൾ ഇതാരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബയറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് സെല്ലർ കൊടുക്കും. ഒരു തവണ CSEBക്ക് ചോദിച്ചിട്ടുണ്ട്, ബയർ പ്രിപ്പയർ ചെയ്തു ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് സെല്ലർ കൊടുക്കുമ്പോൾ സെല്ലർ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനത്തിൻ്റെ പേര്, സെല്ലർ പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കാം ആപ്ലിക്കേഷൻ ലെവലിൽ. Invoice journal, also called the sales journal or sales book, is a subsidiary book in which credit sales of goods are recorded. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇൻവോയ്സ് ജേർണൽ ഓൾസോ കോൾഡ് ദ സെയിൽസ് ജേർണൽ ഓർ സെയിൽസ് ബുക്ക്. The total of the invoice journal is periodically posted to the sales account in the sales journal. ഇതും PYQ ആണ്. Sales book or sales return book is maintained for recording all credit sale of goods on the basis of document like sales bill. സെയിൽ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സെയിൽസ് ബുക്കും അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് സെയിൽസ് ഡേ ബുക്ക് ഇസ് ട്രാൻസ്ഫർ ടു ജനറൽ ലെഡ്ജർ ഇൻ സെയിൽസ് അക്കൗണ്ട്. PYQ ആണ്. പീരിയോഡിക് ടോട്ടൽ ഓഫ് സെയിൽസ് ഡേ ബുക്ക് നിങ്ങൾ എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ ഇൻ സെയിൽസ് അക്കൗണ്ട്. Special journals maintained by the supplier for recording the goods returned by a customer to the supplier due to bad quality error in price is known as sales return book. അപ്പോൾ A മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ ബുക്ക്, B മെയിൻറ്റെയിൻ ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലേ? ഈ ആളാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ അയക്കുന്നത്. ക്രെഡിറ്റ് നോട്ട് നമ്പർ കോളം ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ ആരാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ആണ് ആൾക്കുണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ഇത് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ സപ്ലയർ. PYQ ആണ്. ക്രെഡിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ സപ്ലയർ ടു ദ പർച്ചേസർ. പർച്ചേസർ കൊടുക്കണം, നിങ്ങളെ പേടിക്കേണ്ട, 10 സാരിയുടെ പൈസ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൊടുക്കണം. അപ്പം ക്രെഡിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ സപ്ലയർ. ഇനി എന്ത് ചെയ്യണമെന്ന് പറയാം നിങ്ങൾ? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർഡ് ബൈ, ഡെബിറ്റ് നോട്ട് പ്രിപ്പയർഡ് ബൈ, ഇങ്ങനെ പഠിച്ച് രണ്ടും പഠിക്കേണ്ട, ഏതായാലും ഒരെണ്ണം പഠിക്കുക. കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണ് നമ്മൾ നേരത്തെ ലെഡ്ജറിൻ്റെ കേസ് പറഞ്ഞ പോലെ. അപ്പോൾ എഴുതിയിട്ട് കൺഫ്യൂസിങ് ഫാക്ട്സ് എന്നും പറഞ്ഞ് എഴുതി വയ്ക്കുക. ക്രെഡിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ സപ്ലയർ ടു ദ പർച്ചേസർ ഇൻഫോമിംഗ് ഹിം ദാറ്റ് ഹിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് മെൻഷൻഡ് ഇറ്റ്. സെല്ലർ പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ടും ബയർ പ്രിപ്പയർ ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടും. സോഴ്സ് ഡോക്യുമെന്റ് ഫോർ പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട്. സോഴ്സ് അതാണ്ട് ഇത് ഇങ്ങനെ എഴുതി വയ്ക്കണം എപ്പോഴും നിങ്ങളുടെ കൺഫ്യൂസിങ് ഫാക്ട്സ്. സോഴ്സ് ഡോക്യുമെന്റ് ഫോർ പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട്, സോഴ്സ് ഡോക്യുമെന്റ് ഫോർ സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ജനറലി ഷോൺ ഇൻ പർച്ചേസ് റിട്ടേൺ ബുക്ക്. അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലേ, അപ്പോൾ അവിടെയാണ് കാണുന്നത്. ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് വിൽ ബി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. ഇതും തെറ്റിപ്പോയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ളതല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് പ്രോഫിറ്റ് സീക്കിംഗ് അല്ലാത്ത ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഒക്കെ പ്രിപ്പയർ. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റെൻഡറിങ് സർവീസ് നോട്ട് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് സീക്കിംഗ് എന്റർപ്രൈസ് അല്ല വരുന്നത്, അല്ലാതെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ ആർ ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ സോഷ്യൽ, എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ. നമ്മുടെ ക്ലബ്ബ്, നമ്മുടെ ട്രസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കേസിൽ വരുന്ന എക്സാമ്പിൾ. അപ്പം ഒരു പ്രോഫിറ്റ് സീക്കിംഗ് അല്ലാതെ വരുവാണെങ്കിൽ അത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതൊക്കെ എക്സാമ്പിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഹോസ്പിറ്റൽ, ലൈബ്രറി, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഓർഫണേജ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾഡ് ഏജ് ഹോം എക്സെട്ര. ഇതൊന്നും പ്രോഫിറ്റ് സീക്കിംഗ് അല്ലല്ലോ, സർവീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യം അവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളീ പറയാൻ പോണ ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറൊക്കെ. അപ്പം എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സർവീസ് റെൻഡർ ചെയ്യാണ്, ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാകാനല്ല. A non-profit organization does not prepare profit and loss account and it is organized for earning profit. അവർ ഒരിക്കലും പ്രോഫിറ്റ് സീക്കിംഗ് അല്ലല്ലോ, അപ്പോൾ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് അല്ല അവർ പറയണത്. അവർ അതിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു അസർട്ടൈൻ ദ നെറ്റ് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി ഡ്യൂറിങ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് അവർ എന്ത് ആക്ടിവിറ്റി ആയാലും അതിൻ്റെ നെറ്റ് റിസൾട്ട് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മുടെ എക്സാമിന് വെച്ച് അടുത്ത പോയിന്റാണ് ഇറ്റ് ഇസ് എന്ത് അക്കൗണ്ട് ആണ് ഇതെന്ന് ചോദിക്കും. ഇറ്റ് ഇസ് എ നോൺ
നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് അതേ സ്വഭാവത്തിലുള്ളതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. അടുത്തത് ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അറ്റ് ദ എൻഡ് ഓഫ് എ ഗിവൺ പീരീഡ്. തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് കൂടുതലും നോക്കുക? എക്സസ് ഓഫ് ഇൻകം. നല്ല കാര്യമല്ലേ? അപ്പോഴും നോക്കിയാൽ ദ എൻഡ് ഓഫ് ദ ഗിവൺ പീരീഡ് ഈസ് നോൺ ആസ് സർപ്ലസ്. ചില ആൾക്കാർക്ക് ഇത് അങ്ങോട്ടേക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻകം സൈഡ് കൂടുതൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും എക്സാമിന് ബബിൾ ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ എക്സസ് ഓഫ് ഇൻകം ആണ് പറഞ്ഞേക്കുന്നത്. അതിനെ നമ്മൾ സർപ്ലസ് എന്ന് പറയും. ഇനി എക്സ്പെൻഡിച്ചറാണ് അവിടെ കൂടുതലെങ്കിൽ നമ്മൾ പ്രോഫിറ്റും ലോസും പറയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അതിന് പകരം എന്ത് പറയും? പ്രോഫിറ്റ് ആണെങ്കിൽ സർപ്ലസ് പറയും, ലോസിൻ്റെ രൂപത്തിലാണെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഉപയോഗിക്കില്ല. പക്ഷെ അതിന് പകരം ഇൻകം കൂടുതലാണെങ്കിൽ സർപ്ലസും ഇല്ലെങ്കിൽ ഡെഫിസിറ്റും. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ്. ഇതും അടുത്ത PYQ ആണ്. നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുതലായിരിക്കില്ലേ, അതിന് സർപ്ലസ് ഒന്നും, ഡെബിറ്റ് ആണെങ്കിൽ അത് ഡെഫിസിറ്റ് ഒന്നും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആലോചിക്കുക. എക്സ്പെൻസ് ആയിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് അല്ലേ വരണത്. അപ്പോൾ അതുപോലെ ഒന്ന് ആലോചിച്ചാലും മതി. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതൊക്കെ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോ സർപ്ലസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോ ഡെഫിസിറ്റ്. ഇറ്റ് റെക്കോർഡ്സ് റവന്യൂ ഐറ്റംസ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് നമ്മളപ്പോൾ നമ്മുടെ റവന്യൂ ഐറ്റംസ് അല്ലേ ഉൾക്കൊള്ളിക്കുള്ളൂ. It is a nominal account where all expenses and losses are debited and all incomes and gains are credited. Surplus or a deficit transferred to capital fund. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ PYQ ചോദിച്ചതാണ്. ഇവിടെ തൊട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ ഫണ്ടിലോട്ടാണ് മാറ്റുന്നത്. It does not start with the cash or bank balance. Income and expenditure of the current year only are included. Income and ആ വർഷത്തെ ഇൻകമോ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ PYQ റിലേറ്റഡ് ഫാക്ട്സും മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക, റിലേറ്റഡ് ഫാക്ട്സ് ഒന്നുകൂടി നോക്കുക നന്നായിട്ട്. ഇതുപോലൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുപോലെ നമ്മുടെ എല്ലാ ക്ലാസ്സസും കണ്ട് PDF നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു 10 ക്ലാസ്സസ് കാണുവാണെങ്കിൽ പക്കയായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസി വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒരിക്കലും ഇതൊരു ടഫ് സബ്ജക്റ്റ് അല്ല. കാരണം നമുക്ക് 20 മാർക്സ് കറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. വേറെ എവിടെ നിന്നും ഒരു ഏരിയയിൽ നിന്നും അവർ ചോദിക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്